ফেলেছি। হ্যাঁ, দোকানের কাছে কিনা হোক না হোক, লোকের যাওয়াই হোক। ഇത് ശംഖിൻ്റെ മൊത്തം കടലിൻ്റെ ശംഖിൻ്റെയാണ്. നമ്മൾ കന്യാകുമാരിയിൽ വന്ന് ഒരു കടയിൽ കയറിയതാ. എല്ലാം നമ്മളൊന്നും വാങ്ങിയിട്ടില്ലേ, ഒന്ന് വീഡിയോ മാത്രം എടുത്തിന്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പിന്നെ കറങ്ങാനുള്ളൊരു സൗജന്യമായിട്ടുള്ളൊരു അവസരം കിട്ടി, അങ്ങനെ കറങ്ങിയതാണ്. നല്ല മൊത്തം ശംഖിൻ്റെ ദൃശ്യം ഇതാണ്. എല്ലാം കടലിൻ്റെ ഉള്ളിൽ, എല്ലാം ഒന്നുമില്ല, എല്ലാം കടലിൻ്റെ ഉള്ളിലുള്ള ആ ശംഖിനെ കൊണ്ടുള്ളതും എല്ലാം ഒന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ. വെച്ചിരിക്കുന്നത് നല്ല സൂപ്പറാണ്. എന്തോ ഭംഗിയാ കാണാൻ, സൂപ്പർ ദൃശ്യങ്ങൾ. നല്ല എന്തെല്ലാം ഓരോ പല പല ഇതും ഉണ്ടാക്കി, ശംഖിൻ്റെയും പിന്നെ ഇതിൻ്റെ എല്ലാം ഉച്ചിലിൻ്റെ എല്ലാം ഉണ്ടാക്കി. എന്ത് ഭംഗിയാന്ന് കാണാൻ, കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങിപ്പോവും. നമ്മളൊന്നും വാങ്ങിയില്ലേ, നമുക്ക് ഇതെല്ലാം കാണാൻ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നു. അത് മതി നമുക്ക്. അങ്ങനെ എന്ന് വെച്ചാൽ സാഹചര്യത്തിനൊത്ത് ജീവിക്കണം എന്നാണല്ലോ. അപ്പോൾ അതിനൊത്തിട്ട് ജീവിച്ച് പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇതെല്ലാം മറ്റുള്ള ആളിൽ പകർത്തി കൊണ്ടുവരുന്നത് തന്നെ നല്ല ഒരു കാര്യമാണല്ലോ. നല്ല ഭംഗി, എല്ലാം നല്ല സൂപ്പർ. കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് പറയാം. കണ്ണാടി ഉണ്ട് ശംഖിൻ്റെ, അതേപോലെ തന്നെ വലിയതും ചെറുതായിട്ട് ഭംഗിയായിട്ട് ഇഷ്ടം പോലെ ഫുള്ള് നല്ല വലിയൊരു കടയാണ്. എന്താ ഭംഗി, ഇവിടെ ഇഷ്ടം പോലെ. ശംഖിൻ്റെ ഫുള്ള് എല്ലാ മാലയുണ്ട്. അതേപോലെ തന്നെ ഇത് വലിയ വലിയ ശംഖാണ്, പല രീതിയിലുള്ള ശംഖുകളുണ്ട്. അത് ശംഖിനെ കൊണ്ടുള്ള വളയും ഉണ്ട്, മാല. ഇത് ഇങ്ങനത്തെ പണ്ട് നമ്മളെ കുട്ടിക്കാലം വലിയ ചേച്ചിമാർ വീട്ടിൽ നിന്ന് പോയപ്പോൾ നമുക്ക് കൊണ്ടു തന്നായിരുന്നു. അതുപോലത്തെ ഇപ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട്. ഇതെല്ലാം വജ്ര മുത്താണ്. ഇത് എല്ലാം വജ്ര മുത്താണ്. ഇത് നല്ല വെള്ള, നല്ല ഇത് ഭംഗിയാണ് ഇത് കാണാൻ. ഇത് അലങ്കരിച്ച് വെച്ച് സൂപ്പർ ഭംഗിയാണല്ലോ. വരുമ്പോൾ എല്ലാവരും ഇവിടെ ഇതിൽ കടയിൽ കയറിയ എല്ലാ സാധനങ്ങളും കിട്ടും. നല്ല ബോർഡ് പോലെ എന്ത് ഭംഗിയാണിത്. ഉച്ചിൻ്റെ എന്ത് രസമാണ് നോക്കിയാട്ടെ, എന്തോ ഒരു ഭംഗി കാണാൻ. ഇതൊക്കെ എന്ത് രസമാണ് കാണാൻ, നല്ല ഭംഗി, സൂപ്പർ ആയി, നല്ല രസമുണ്ട്. ഇത് കർട്ടൻ പോലെ ഇടുന്ന ഇതെല്ലാം പിന്നെ ചെറിയ ഉച്ചിലും ശംഖും ഇതെല്ലാം ആയിട്ട് സൂപ്പർ അടിപൊളി. ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ഇതുപോലെ കാണണമെങ്കിൽ ഒന്ന് നമ്മൾ മദ്രാസിൽ മരീന ബീച്ചിൽ പോകണം. എന്നാൽ ഇത്ര ഉണ്ടോയെന്നറിയില്ല, എന്നാലും ഇങ്ങനെ കാണാം. ഞാൻ പണ്ട് പോയിട്ടുണ്ട് മരീന ബീച്ചിലും. പിന്നെ ഒറീസ പൂരി ജഗന്നാഥ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയാൽ ഇതുപോലെ കടലിനുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ കാണാം. അതും കാണേണ്ട ഒരു ബീച്ചാണ് ഒറീസയിലുള്ള പൂരി ജഗന്നാഥ് എന്ന് പറയുന്ന സ്ഥലത്ത്. അതേപോലെ മരീന ബീച്ചിൽ അവിടെ പോയാൽ ഇതേപോലെ കാണാം. അത് അവിടുന്ന് പിന്നെ ഞാൻ ഇവിടെയാണ് കണ്ടത് ഇത്രയും പിന്നെ അലങ്കാരമായ ഇത്. അന്നൊന്നും യൂട്യൂബ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ടൊന്നും നമുക്ക് അതിനെപ്പറ്റി അറിയില്ല, അതുകൊണ്ടൊന്നും പകർത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അറിയുന്നുണ്ട്, ഇവിടെ എല്ലാം വന്ന് പകർത്തി. നല്ല എന്തൊരു ഭംഗിയാണ്. ഇതെല്ലാം അലങ്കാര വസ്തു. നമ്മളും അവിടെ നിന്നെല്ലാം കുറേ ഒറീസനെല്ലാം വാങ്ങി, ഇഷ്ടംപോലെ വാങ്ങിയിരുന്നു അന്നുള്ള ഒരു കാലം വേറെ, ഇന്ന് സാഹചര്യങ്ങൾ മാറി. എന്ത് ഭംഗിയാണ് കാണാൻ, നല്ല സൂപ്പർ. ഇത് കർട്ടൻ പോലെ ഇട്ടുന്ന പല പല കളറിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ മാലകൾ. പിന്നെ ഇത് ആമ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്ലാസിനെ പോലത്തെ ആമേൻ്റെ അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ മുട്ട ഉണ്ട്. ഇത് ആമേൻ്റെ ചെറുതും വലുതുമായിട്ടെല്ലാം നല്ല ഭംഗിയായിട്ടുള്ളതുണ്ട്, സൂപ്പർ. പിന്നെ ഇത് കാതില, ഇതെല്ലാം മാല. ഇതന്നെ ഒരു വലിയ വീഡിയോ. ഇനി വേറൊരു
ഇതൊക്കെ സൂപ്പർ. ഇതിൻ്റെ കടേൻ്റെ ഓണറാണോ നിങ്ങൾ? ഓക്കെ. അങ്ങനെ അവർ പറഞ്ഞ് വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞ്, അതുകൊണ്ട് അവരെ വീഡിയോ എടുക്കുന്നത് നിങ്ങളെ യൂട്യൂബ് ചാനലിൽ ഇടാനാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതെ, അതുകൊണ്ട് നല്ലതാണെന്നല്ലോ ആരെങ്കിലും വരുമോ നിങ്ങൾക്ക് നല്ല. അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. നമ്മൾ എവിടെയും കയറുന്ന സമയത്ത് നമ്മൾ അവരെ അനുവാദം ഇല്ലാണ്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ആരെയും നമ്മൾ ദ്രോഹിക്കാനും ഇതാക്കാനും പാടില്ല. അതുകൊണ്ട് ആദ്യം അവരോട് ചോദിക്കണം നിങ്ങളെ വീഡിയോ